പാലാ നഗരസഭയിൽ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കരുതെന്ന വിപ്പ് ലംഘിച്ചവർക്കെതിരെ പാർട്ടി നടപടിയെടുക്കുമെന്ന് നാട്ടം സുരേഷ് എം.എൽ.എ. വിഷയത്തെ പാർട്ടി ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇത്തരം നീക്കത്തെ വെച്ച് ഉറപ്പിക്കില്ല. വിപ്പ് ലംഘിച്ചു എന്നാൽ അവർ സ്വയമേ പാർട്ടിയിൽ നിന്നും പുറത്തുപോയി എന്നാണ് അർത്ഥം. വിഷയം KPC നേതാക്കളുമായി ചർച്ച ചെയ്തു. നടപടി ഉറപ്പായും ഉണ്ടാകുമെന്നും നാട്ടം സുരേഷ് പറഞ്ഞു. കൂറുമാറ്റ നിരോധന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് അവർക്കെതിരെ കേസ് കൊടുക്കും, നിയമപരമായി നേരിടും. ഈ കാര്യത്തെ സംഘടനാപരമായി നടപടി ഉണ്ടാകും. ആ നടപടി അല്പനിമിഷങ്ങൾക്കകം KPC പ്രസിഡന്റ് നിങ്ങളെയൊക്കെ അറിയിക്കുന്നത്. അത് KPCC പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. KPCC പ്രസിഡന്റ് അറിയിക്കും. നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകും. പാർട്ടി അച്ചടക്ക നടപടിയെടുക്കും. കാരണം അനുവദിക്കല. അവര് വിപ്പ് കൈപ്പറ്റാതിരിക്കാനായിട്ട് മാറി നിന്നു. അവരുടെ വീടിന്റെ മതിലിൽ അത് പതിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സാക്ഷികളുണ്ട്. അതുകൂടാതെ വാട്സാപ്പിൽ ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പ് കൊടുക്കണമെന്നുള്ളതാണ്, വിപ്പിന്റെ അറിയിപ്പ് കൊടുക്കണമെന്നുള്ളതാണ്. അത് എല്ലാ വഴികളും ചെയ്തിട്ടുണ്ട്. അത് ബോധ്യമായല്ലോ. LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ LDFുമായിട്ട് അവിശുദ്ധ ബന്ധം ഉണ്ടാക്കുന്നത് തന്നെയാണല്ലോ അതിന്റെ അർത്ഥം. നിയമപരമായി അംഗത്വം ഇല്ലാതാക്കുന്നതിന് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അനുസരിച്ച് കേസ് കൊടുക്കും. സംഘടനാപരമായും ഇതിനെ നേരിടും. KPC പ്രസിഡന്റ് ഇവർക്കെതിരെയുള്ള നടപടി വ്യക്തമാക്കുമെന്നും നാട്ടം സുരേഷ് പറഞ്ഞു. LDFിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരുമായി അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ട് എന്നാണ് അർത്ഥം. പാർട്ടി ചതിച്ചവന്മാരെ പാർട്ടിക്ക് ആവശ്യമില്ലെന്നും നാട്ടം സുരേഷ് പറഞ്ഞു.